എടി ഇങ്ങോട്ട് നീക്കി വരികടി ഈ അറ്റത്തോട്ട്. അത് ഇപ്പൊ വെയില് പോവല. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ഹലോ ഗൈസ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ണീലുണ്ണിയായ ഇസബുയുടെ ബർത്ത്ഡേ ആണ്. ഹലോ, മണ്ണ് കണ്ട് തുള്ളിച്ചാടി കിടക്കാൻ ഇവിടെ ബീച്ചിൽ വന്നിട്ട് മണ്ണ് കണ്ടിട്ട് ഇപ്പൊ നല്ല വെയിലുണ്ട്. ഇപ്പൊ വെയിലൊക്കെ ഇറക്കണ്ട്. നമ്മള് കാണിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊടറടിയില് കൊച്ചിനെ കൊണ്ട് മേടാണ്. ഇവിടെ ഈ സീറ്റിലൊന്നും ഇരിക്കണം. അവർക്ക് മണ്ണിൽ കളിക്കണം, മണ്ണിലിരിക്കണം. ഇഷബു, അയ്യോ ഇനിയൊരു പണിയാണ്. ഇഷബുവിന് 1 വയസ്സാകുമ്പോണ്. സാധാരണ എല്ലാവരും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ആഘോഷിക്കലാണ് പതിവ്. പക്ഷെ ഇസബുവിന് ഇപ്പൊ ഡോഗ്സിന് അറിയില്ലല്ലോ അവരുടെ ബർത്ത്ഡേ എന്തൊട്ടാന്നൊക്കെ. അപ്പൊ നമ്മള് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഹാപ്പി ആക്കായിരുന്നു. അച്ഛൻ ഇസബുവിന് അടിപൊളി ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട്. അത് നമ്മ വൈകുന്നേരം വിടാന്ന് കരുതി. വിട്ടാല് ഞാനും മാച്ചല്ലേ? ആ അക്വ ഗ്രീൻ അല്ല ഇസബു. ഇതൊക്കെ ഞാൻ ചെയ്ത് കണ്ടു. അച്ഛൻ്റെ ക്രേസ്. ഞങ്ങൾ തുണി ബ്രോഡ്വേന്ന് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുള്ള ഇപ്പോൾ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മഹാറാണിയുടെ ബർത്ത്ഡേ ആഘോഷ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. തണ്ണിമത്തൻ അല്ല, അതിന്റെ അടുത്തോട്ട് പോയപ്പോ കാണാം. നോക്ക്, എന്താ സന്തോഷം. അപ്പോഴേക്കോ വെയിലത്ത് നടി ചൂടറിയണുള്ളതാ. തണുപ്പത്തൊന്നുമില്ല, കശും കൈ വെച്ചോണ്ട് അതല്ലേ പറഞ്ഞോണ്ടിരിക്കണ. അതൊരു ടൈപ്പ് ഇതാണ്. മുടിയൊക്കെ കഴിച്ചിട്ട് പറക്കാൻ വേണ്ടി അപ്പൊ രണ്ടുപേരോ ഇഷബുടെ ഡ്രസ് എടുക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇതാരാ ലിറ്റിൽ പ്രൈസസ്? ഫോട്ടോ നല്ല ഉടുപ്പ് കിട്ട് കാണിക്കണം. ഓക്കെ, ഹലോ ഇഷബു, എന്റെ ബർത്ത്ഡേ കാര്യത്തിയാണ്. ഉടുപ്പൊക്കെ മുഷിപ്പിച്ചല്ല. ഹലോ ഗൈസ്, നമ്മളിനി കേക്ക് മുറിക്കാൻ പോവാണ്. പോണേ ഫ്രോസൺ. ഇത് ഹലോ ചേച്ചി, ബർത്ത്ഡേക്കാരിയാണ്. ബർത്ത്ഡേക്കാരിയുടെ ബർത്ത്ഡേക്കാരി. അപ്പൊ ഗൈസ്, ഇതാണ് ഇഷബുടെ കേക്ക്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ഞങ്ങൾ ഇട്ടായി. ബ്ലൂബെറി കേക്ക് ആയിട്ട്
ഇപ്പൊ വലിയ ആഘോഷമൊന്നുമില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ആഘോഷമായിരുന്നു. അവർക്ക് ഞങ്ങൾ മാത്രമുള്ള ഇഷ്ടം. പക്ഷെ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും നമ്മള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ അവളുടെ ഇഷ്ടമാണല്ലോ നോക്കേണ്ടത്. ഞങ്ങളിപ്പോ സ്വസ്ഥമായിട്ട് ഒരു മരത്തിൽ കോടയുടെ അടിയിൽ വെയിലൊക്കെ പോയി. ഇപ്പൊ കൊള്ളാം. അപ്പൊ ഇപ്പൊ ഗിഫ്റ്റ് ഇവിടെ നോക്കിയേ, എല്ലായിടത്തും കാഴ്ചാണ്ടിരിക്കണേ. അത് കണ്ടിട്ടാ, അത് കണ്ട ഇഷ്ടാ. ഹായ് ഇതിന്റെ വലുതാ വീട്ടിലുള്ളത്. ഇത് ചെറുത് വാങ്ങിച്ചു. അതാകുമ്പോ അവൾ മറ്റേ വലുത് കടിക്കുമ്പോ ഭയങ്കര പാടാ കടിക്കാനായിട്ട്. അത് എടുത്തോണ്ട് തന്നെ കാണണം, കടിച്ചെടുത്തോണ്ട് തന്നെ. അപ്പൊ ഇത് സുഖമാണ് കടിക്കാൻ. എന്താണ് അപ്പൊ എടുത്തോണ്ട് അടുത്ത ആള് എന്താണ് ചോദിച്ചത്. അപ്പൊ കഴിച്ച ഇതില് ഇസബൂന് കഴിക്കാൻ പറ്റിയ കുറെ സാധനങ്ങളുണ്ട് നമുക്കുള്ളതുകൊണ്ട്. അപ്പൊ നമ്മളൊരു ഇസബൂന് ട്രീറ്റ് കൊടുക്കാൻ പോവാ. ഭയങ്കര മിൽക്കിക്കാരിയാണ്, മിൽക്കി കുഞ്ഞ്. ഇതെന്താണ്? സ്ട്രോബെറി അങ്ങനെ കഴിക്കത്തില്ല. അത് നോക്കിക്കളയും. ഇവൾക്ക് പുറത്ത് വന്നാ ഫുഡൊന്നും വേണ്ട, കാഴ്ച കാണണം. നോക്കണേ വല്യമ്മേ, വല്യമ്മേ ഉറങ്ങിയിട്ടില്ല വല്യമ്മ. പേരൊക്കെ വേണത് എനിക്ക് ഇഷ്ടല്ലേ? അതും വേണ്ടേ? ഇനി ഇസബൂടെ ഐറ്റം വരാൻ പോയി. ഞാന് ഇത് കഴിക്കോട്ടെ അവള്. എന്താണത്? വേഗം ഉണ്ടോ വായ വിളിച്ചോണ്ടി വിളിച്ചോടി. സോസേജ് ഭയങ്കര ഇഷ്ടം അവക്ക്. സോസേജ് അരിയാ വേണ്ട, വേറെ ഒന്നും വേണ്ട, അത് മതി ഞങ്ങക്ക്. അപ്പൊ ഇത് അച്ചൂടെ ലോ ബഡ്ജറ്റ് ബർഗറാണ്. കുഞ്ഞു പണ്ണ് കൊള്ളാലോ ഇങ്ങനെ വന്നിരുന്ന് കഴിച്ചിട്ട്. പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. സൂര്യനും പോയി, ഇരുട്ടായി, നമ്മളിതാ പോവാൻ പോയാണ്. ആൾക്കാരൊക്കെ ഇതെന്താ, ഏത് കൊച്ചാണ് ഈ ഓടിക്കടിക്കാൻ? 4 കാല് കൊണ്ട് ഓടുന്നു കൊച്ചി. ഇപ്പൊ കടൽ കാണാൻ പോവാണ്. പക്ഷെ അവളെ ഇറക്കായിരുന്നല്ലേ കാലൊന്ന്. നല്ലതാണ് ഉപ്പുവെള്ളം കൊള്ളാണ്. അയ്യോ മുഖത്തൊക്കെ മണ്ണാക്കി. അയ്യേ മണ്ണ് മണ്ണ് പറക്കണ്ട. ഇവിടെ അടിയിൽ പൊക്കത്തോട്ട് കയറണല്ലേ, അപ്പൊ അത് കാണുന്നുണ്ട്. പോണ് കപ്പിൾസ്. കടലിനോടും വിട, കടലമ്മയോടും വിട. ഞങ്ങൾ ഇനി വരാട്ടോ. ചളി കേട്ടാ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. നമ്മളപ്പോ സർബത്ത് കുടിച്ച് പിരിയാൻ പോവുകയാണ്. എന്ത് പിരിയാ? നമ്മൾ വീട്ടിൽ പോയാണെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കിനി 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട് ഇവിടെ നിന്ന് തേവര വരെ. അപ്പൊ പോണം നൈറ്റ് റൈഡ്. ഇവിടെ ഒരാൾ ഇന്നാണ് കേട്ടോ ടോയ്സ് ഒക്കെ കണ്ടത്. ഇന്നലെ അവള് ബീച്ചിൽ പോയപ്പോ അവള് അതിന്റെ ശ്രദ്ധയായിരുന്നു. ലൈസാ എന്തൊക്കെയാണ് ലൈസക്ക്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഇസബു.
ആ ഇപ്പൊ ഇഷ്ടപ്പെട്ട ടൈസക്ക്. ഇന്നലെ അവള് അവിടെ വെച്ച് കാണിച്ചിട്ട് ഒന്നും ശ്രദ്ധിക്കണില്ല. ഞങ്ങളവിടെ പോയതിന്റെ ആ ഒരു ത്രില്ലിക്കണായിരുന്നു ബീച്ചൊക്കെ കണ്ട്. ഇതാണ് ലൂമോ. കണ്ട ഇവിടെ ഉണ്ട് ലൂമോ. ഇത് നമ്മുടെ മീമു. ഞങ്ങള് ഇത് ആമസോണിൽ ഓർഡർ ചെയ്തൊരു സംഭവമായിരുന്നു. അത് ഇന്നാ വന്ന്